ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു നൈറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. കട്ട് നൈറ്റി, ഫസ്റ്റ് നൈറ്റി ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആദ്യം പഠിക്കണം. അതുകൊണ്ട് നമുക്ക് നൈറ്റിയിൽ തന്നെ തുടങ്ങാം. ഞാൻ അതിൻ്റെ ഇറക്കവും വണ്ണമൊക്കെ ഒന്ന് പറഞ്ഞു തരാം. കാരണം ഇറക്കം എടുത്തേക്കുന്നത് 52 ഇഞ്ചാണ്, വണ്ണം എടുത്തേക്കുന്നത് 36 ഇഞ്ചാണ്. 36ൻ്റെ കൂടെ നമ്മൾ ലൂസ് കൂട്ടണം. 10 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത്. പിന്നെ ഷോൾഡർ 15 ആണ്. പിന്നെ ഉള്ളത് ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ നമുക്ക് തുണി എന്ന് പറയുന്നത് ഒരു നൈറ്റി പീസ്, അതിന്റെ 3 മീറ്റർ ആണ്. 3 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 മീറ്റർ കറക്റ്റ് കിട്ടൂല. എന്നാലും നൈറ്റിയുടെ ലെങ്ത് അത് തന്നെയാണ്. അതിനെ ഞാൻ രണ്ടായിട്ട് മടക്കി ഇട്ടേക്കാണ്. ആ മടക്കി ഇട്ടതിനെ വീണ്ടും ഞാൻ ഒന്നുകൂടെ നീളത്തിനെ രണ്ടായി മടക്കി എന്നിട്ട് വീതിയെ ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെയാണ് നമ്മൾ നൈറ്റിക്ക് എടുക്കുന്നത്. സാധാ നൈറ്റിയുടെ പീസാണ്. അപ്പൊ ഈ പീസ് എന്ന് പറയുമ്പോൾ 36 ഇഞ്ച് വിട്ടേ ഉള്ളൂ. 36 ഇഞ്ച് വിട്ടിലാണ് നൈറ്റി വിറ്റ് വരുന്നത് തന്നെ. ഓക്കെ, ഈ വിട്ടിലാണ് നമുക്ക് നൈറ്റി കിട്ടുന്നത്. കട്ട് നൈറ്റി എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ചുളിവുകളില്ലാതെ ഒറ്റ കട്ടിങ്ങിൽ വരുന്നതാണ്, ചുരിദാർ മോഡൽ പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇറക്കം എടുക്കാം. ഇറക്കം എന്ന് പറയുന്നത് ഞാൻ കൊടുത്തേക്കുന്ന ഇറക്കം 50 ഇഞ്ചാണ് നമുക്ക് കറക്റ്റ് വരേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് കൂടെ നമുക്ക് തയ്യൽ തുമ്പിന് കൂട്ടണം. അപ്പൊ മൊത്തം ഇറക്കം വരേണ്ടത് 52 ഇഞ്ചാണ്. 52 ഇതാണ് നമ്മളുടെ ഇറക്കം. അപ്പൊ നിങ്ങൾ ഓർക്കും ഇവിടാണ് ഫോൾഡ്, താഴത്തുനിന്ന് എന്താ എടുത്തതെന്ന് ചോദിച്ചാല് അത് നിങ്ങൾ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ഞാൻ കാണണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത് നമുക്ക് ഫോൾഡ് ഈ വശത്തുനിന്ന് സ്ലീവ് എടുക്കാൻ പറ്റും. ബാലൻസ് തുണിയുണ്ട്, കഴുത്തിന് ക്രോസ് പീസ് വെക്കണം, ഓപ്പണിങ്ങിന് കൊടുക്കണം. അതുകൊണ്ടാണ് ലെങ്ത് താഴത്തുനിന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ ലെങ്ത് 52 ഇഞ്ചാണ്. ഷോൾഡർ 15 ആണ്. അപ്പൊ നമ്മൾ ഷോൾഡർ 15 ആകുമ്പോൾ അതിന്റെ പകുതി തന്നെ നമ്മൾ ഷോൾഡർ എടുക്കണം. കാരണം ബാക്കിനൊക്കെ അധികം ഇറക്കണില്ല. അതുകൊണ്ട് 15 തന്നെ, 7.5 തന്നെയാണ് എടുത്തേക്കുന്നത്. 15ന്റെ പകുതി. കൈക്കുഴി താഴ്ചയെ നമ്മൾ അത് തന്നെയാണ് എടുക്കുന്നത്, 7.5. പിന്നെ ഞാൻ പറഞ്ഞ ബെസ്റ്റ് നമ്മുടെ വണ്ണം എന്ന് പറയുന്ന 36 ആണ്. അപ്പൊ 36ന്റെ കൂടെ നമ്മൾ 10 ഇഞ്ച് ലൂസാണ് കട്ട് നൈറ്റിക്ക് എടുക്കുന്നത്. 10 ഇഞ്ച് ലൂസ് എന്ന് പറയുമ്പോൾ 36 10 46. അതിന്റെ 4/1 കാണുക. 4/1 കാണുക എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് 11.5 ആണ്. ഓക്കെ, 11.5 ഉണ്ടല്ലോ, 11.5. പിന്നെ നമുക്കൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു 14.5 15 ഒരു 14.5 ഞാൻ എടുത്തേക്കുന്നത്. 1/2 ഇഞ്ച് കുറയ്ക്കുക. നമ്മൾ 11.5 എടുത്തേക്കുന്നത്. അവിടെ 1/2 ഇഞ്ച് കുറയ്ക്കുമ്പം 11 വരുന്നത്. അതിനെ നമ്മൾ ഷേപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് നൈറ്റിക്ക് ഷേപ്പ് ചെയ്യുന്നത്. താഴെ 1.5 ഇഞ്ച് അവിടെ ഷേപ്പ് ചെയ്യുക. അതായത് ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്യുന്നതും. അത് 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്ര അളവുകൾ മനസ്സിലായി കാണുമല്ലോ. ലെങ്ത് എടുത്തു, ലെങ്തിന്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി. പിന്നെ നമ്മൾ ഷോൾഡർ ഹാഫ് ഷോൾഡർ ആണ്. ഫുൾ ഷോൾഡർ എടുത്തിട്ട് അതിന്റെ പകുതിയാണ് നമ്മളിപ്പോ എടുക്കുന്നത്, 7.5. അത് തന്നെ കൈക്കുഴി താഴ്ച എടുത്തു. പിന്നെ വണ്ണം എന്ന് പറയുന്നത് 36 ആണ്. അതിന്റെ കൂടെ 10 ഇഞ്ച് ലൂസാണ് നമ്മൾ കൂട്ടിയേക്കുന്നത്. അതിന്റെ 4/1 കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ 11.5. പിന്നെ ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 14.5 ലെങ്ത് എടുത്തിട്ട് അവിടെയാണ് 1/2 ഇഞ്ച് കുറച്ച് കൊടുത്തു. ബാക്കി നമ്മൾ അങ്ങനെ ഷേപ്പ് ചെയ്തു. താഴത്ത് 1.5 ഇഞ്ച് ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. പിന്നെ നമ്മൾ കഴുത്തകലം എടുത്തേക്കുന്നത് ഞാൻ 2.25 കഴുത്തകലം എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ലെങ്ത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച്. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ ഒരു ഇച്ചിരി വൈഡായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ബാക്ക് നെക്ക് ലെങ്ത് നമ്മൾ എടുക്കണം 2.5 3 എടുക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം പോലാണ്. അപ്പൊ ഞാനിപ്പോ ഇതിനനുസരിച്ചാണ് ഷോൾഡർ കൊടുത്തേക്കുന്നത്. കാരണം 2.5 6 എടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ 1/2 ഇഞ്ച് തോൾ ചെരിവ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കൈക്കുഴി ഷേപ്പ് ചെയ്യുക. ഇത് നമ്മൾ ചുരിദാറൊന്നും കട്ട് ചെയ്യുന്ന പോലെ അധികം അങ്ങോട്ട് ഷേപ്പ് ചെയ്യൂല. ഓക്കെ, ഇതാണ്. ഇത്ര അളവുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ എടുക്കുന്നത് ഈ പീസിൽ നിന്ന് തന്നെയാണ് നമുക്ക് കൈ വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് കൈയുടെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യം ഉള്ളതുപോലെ നമുക്ക് ഇത്രയും തുണിയെ കിട്ടുള്ളൂ. അപ്പൊ നമ്മളുടെ തുണി എന്തോരം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത്. ലെങ്ത് കൂടുതലോ വേണ്ടവരുണ്ടാവാം, കുറച്ച് വേണ്ടവരുണ്ടാകാം. അതിനനുസരിച്ച്
നമ്മൾ ലെങ്ത് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഫോൾഡ് വരണം, ഇല്ലെങ്കിൽ സ്ലീവ് മുറിഞ്ഞു പോകും. അപ്പൊ ഞാനൊരു 8 ഇഞ്ചാണ് എടുക്കുന്നത്. 8 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ കൈ വണ്ണം എടുക്കുന്നത്. നോക്കൂ, നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുകയാണ്. നമുക്കൊരു 10:30 11 വരണം. അപ്പോൾ ഇതിന്റെ ഒരു താഴ്ച വരുന്നത് ഇവിടെ വരും. ഓക്കെ, ഈ അളവ് നിങ്ങൾ നോക്കുക. നമ്മുടെ ആംഹോൾ എത്ര ഉണ്ടെന്ന് നോക്കുക, അതിനനുസരിച്ച് പോയാലും മതി. ആംഹോൾ എന്ന് പറയുമ്പോൾ 9.5 വരുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു 10 എടുക്കുക. കാരണം നിങ്ങൾ തുടക്കക്കാരാണ്, അപ്പൊ നമുക്ക് കുറവൊന്നും വരരുത്. അതുകൊണ്ടാണ് ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. അപ്പൊ നമ്മൾ ഒരു നൈറ്റിയുടെ ബിറ്റ് എടുത്തു കഴിഞ്ഞാൽ, നൈറ്റിയുടെ പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് തുണി വരുന്നത്. ഇതേപോലാണ് കട്ട് ചെയ്യേണ്ടത്, അല്ലാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. കൈയും എല്ലാം ഇതിൽ നിന്ന് തന്നെ, നമ്മൾ മുറിച്ച് വാങ്ങിക്കണതല്ല, ഇത് നൈറ്റി ബിറ്റ് ആണ്. അപ്പൊ ഈ പീസാണ് നമുക്ക് കഴുത്തിന് ഓപ്പണിങ്ങിനും ക്രോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മോഡലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം, ലേസ് വെക്കണമെങ്കിൽ വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം ഇത് തയ്ച്ച് പഠിക്കുക, അതിനുശേഷമാണ് അപ്പൊ ഇനി ഞാൻ വെട്ടുന്നത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബാക്കാണ് വെട്ടുന്നത്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, എന്നോട് പറയാം, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളിവിടെ 1.5 ഇഞ്ചാണ് ഷേപ്പ് ചെയ്തത്. അത് ബാലൻസ് ക്ലിയർ ചെയ്യാനാണ്, അല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതിനാണ് നമ്മൾ 1.5 ഇഞ്ച് ഷേപ്പ് ചെയ്തേക്കുന്നത്. ഇതിപ്പോ ഫ്രണ്ടും ബാക്കും ഒരുപോലെ വെട്ടി അതിനുശേഷം ഈ ഉള്ളിലത്തെ പീസ്, അതായത് അത് ബാക്ക് പീസ് ആയിട്ട് കണക്കാക്കണം. കാരണം ഫ്രണ്ട് നമ്മൾ വരച്ചിട്ടേക്കുന്ന കാരണം നമുക്കത് ഇതിങ്ങനെ മാറ്റി കൊടുക്കുക. അതിനുശേഷം കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിന്റെ നെക്ക് കട്ട് ചെയ്യാം. നമുക്ക് സ്റ്റിഫൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം, പക്ഷെ തുടക്കം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയല്ലേ കാണിച്ചു തരാൻ പറ്റൂ. അതിനുശേഷം നമുക്ക് സ്റ്റിഫൊക്കെ വെച്ച് ചെയ്യാം. ഓക്കെ, കൈക്കുഴി രണ്ടിന്റെയും ഒരുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ അത് വെട്ടി മാറ്റി വെച്ചു. അടുത്തത് സ്ലീവാണ്. ഇങ്ങനെ തന്നെ ഞാൻ കാണിച്ചേക്കുന്നത്, നമുക്ക് ഇങ്ങനെ തന്നെ തുണി വരുള്ളൂ. അപ്പൊ ആ തുണിയിൽ നിന്ന് നമുക്ക് വെട്ടിയെടുക്കണം. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇങ്ങനെ കാട്ടിത്തന്നാലേ മനസ്സിലാവും. ഓക്കെ, സ്ലീവും വെട്ടി. ബാക്കി ഈ പീസിന് ക്രോസ് പീസ് ഓപ്പണിങ്ങിനാണ്. ഓപ്പണിങ് നമുക്ക് ഫ്രണ്ട് 5 ഇഞ്ച് ഓപ്പൺ കൊടുക്കാം. ഓപ്പണിങ് നിങ്ങൾക്ക് വേണമല്ലോ, അതും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത് ഫ്രണ്ട് പീസാണ്. 6 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അവിടെ ഞാൻ 5 ഇഞ്ച് ഓപ്പൺ കൊടുക്കാൻ പോവാണ്. ഇത് സിമ്പിൾ നൈറ്റിയാണ്. എല്ലാവരും ഇത് തയ്ച്ച് പഠിക്കുക. എന്നാലേ എനിക്ക് അടുത്തത് ഇടുമ്പോൾ നിങ്ങൾക്ക് അടുത്ത മോഡൽ മനസ്സിലാക്കണമെങ്കിൽ ഇത് തയ്ച്ച് പഠിച്ചാൽ മാത്രമേ അടുത്ത മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും വ്യത്യസ്തമായ മോഡൽ വേണമെങ്കിൽ പറയുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണുണ്ടെങ്കിൽ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓപ്പണിങ്ങിന് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു കട്ടിങ് ഇവിടെ കൊടുക്കണം, ഒരു 1/4 ഇഞ്ച്. കണ്ടോ, ഇനി ഇത് തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റിച്ചിങ്ങുമായിട്ട് വരാം. ഓക്കെ, ബൈ.